ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ് ബേസായിട്ടുള്ള എക്സാമുമായി ബന്ധപ്പെട്ട് 2014 നടന്ന LDC മലപ്പുറം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം 2005. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം. 2005 സെപ്റ്റംബർ 13 നിയമം പാസാക്കിയത്. 2005 സെപ്റ്റംബർ 13. ഇത് പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 26. വനിതാ ഗാർഹിക പീഡന നിരോധന ബിൽ പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 26. സ്ത്രീകളെ പരസ്യം, പ്രസിദ്ധീകരണം, കൃതികൾ എന്നിവയിലൂടെ മോശമായി ചിത്രീകരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിയമമാണ് 1987 ദ ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ നിയമം. ദ ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ നിയമം 1987. ദ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ നിയമം പാസാക്കിയ വർഷം 1956. 1956 ദ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ നിയമം പാസാക്കി. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. 1961 ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സ്ത്രീധന നിരോധിത പഞ്ചായത്ത് നിലമ്പൂറാണ്. ഭർത്തഗൃഹത്തിൽ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ തടയാൻ വേണ്ടിയുള്ള നിയമമാണ് ഗാർഹിക പീഡന നിയമം 2005-2006 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. റൂർക്കലെ ഇരുമ്പ് നിർമ്മാണശാല ഏതു രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്? ജർമ്മനി. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കലെ ഇരുമ്പ് നിർമ്മാണശാല നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായത് ബംഗാളിലെ കുൾട്ടയിലാണ് 1870. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് ജംഷഡ്ജി ടാറ്റയാണ്. ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ്. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡാണ്. സായ് എന്നറിയപ്പെടുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡാണ് ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത്. പൊതുമേഖലയിൽ ഇന്ത്യയിൽ 4 വൻകിട ഉരുക്ക് വ്യവസായ സംരംഭങ്ങൾ ഉണ്ട്. ജാർഖണ്ഡിലെ ബൊക്കോറോ ഉരുക്ക് നിർമ്മാണശാല മുൻ സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്. ജാർഖണ്ഡിലെ ബൊക്കോറോ ഇരുമ്പ് നിർമ്മാണശാല മുൻ സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്. ഛത്തീസ്ഗഡിലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് മുൻ സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്. അപ്പോൾ ഛത്തീസ്ഗഡിലെ ഭിലായും ജാർഖണ്ഡിലെ ബൊക്കോറോയും മുൻ സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്. റൂർക്കലെ സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച റൂർക്കലെ സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിലാണ്. ബ്രിട്ടൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ച ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഉരുക്കു നിർമ്മാണശാല സ്ഥാപിച്ചത് വിശാഖപട്ടണത്താണ്. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഭദ്രാവതിയിലാണ്. കർണാടകയിലെ ഭദ്രാവതിയിൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നിർഭയ. നിർഭയയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നിർഭയ. വിദ്യാസമ്പന്നരായ യുവതികൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താൻ കേരളത്തിൽ വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച സംരംഭമാണ് റീച്ച്, റിസോഴ്സ് എൻഹാൻസ്മെൻറ്റ് അക്കാദമി ഫോർ കരിയർ ഹെയ്റ്റ്സ്. അശരണായ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് തൊഴിൽ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണ്യ പദ്ധതി. പെൺകുട്ടികളോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവം മാറ്റിയെടുക്കുന്നതിനായി 1997 ആരംഭിച്ച പദ്ധതിയാണ് ബാലികാ സമൃദ്ധി യോജന. കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചതാരെ? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് ഗവർണറാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണറാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. സെൻറ് ആഞ്ചലോ കോട്ട കൈവശം വെച്ചിരുന്ന കേരളത്തിലെ രാജകുടുംബം അറക്കൽ രാജവംശമാണ്. അറക്കൽ രാജവംശമായിരുന്നു
സെൻറ് ആഞ്ചലോ കോട്ട കൈവശം വെച്ചിരുന്ന കേരളത്തിലെ രാജകുടുംബം. യൂറോപ്യന്മാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട പള്ളിപ്പുറം കോട്ടയാണ്. 1503 നിർമ്മിച്ച പള്ളിപ്പുറം കോട്ടയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. വൈപ്പിൻ കോട്ട, മാനുവൽ കോട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന പള്ളിപ്പുറം കോട്ടയാണ്. വൈപ്പിൻ കോട്ട എന്നും മാനുവൽ കോട്ട എന്നും അറിയപ്പെടുന്ന പള്ളിപ്പുറം കോട്ടയാണ്. പോർച്ചുഗീസുകാർ കുഞ്ഞാലിയുടെ ഭീഷണി നേരിടാൻ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണറായിരുന്നു അൽബുക്കർക്ക്. ബ്ലൂ വാട്ടർ പോളിസി ഫ്രാൻസിസ്കോ ഡി അൽമേഡയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിശ്ര കോളനി വ്യവസ്ഥ അൽബുക്കർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചടക്കിയത് അൽബുക്കർക്കാണ്. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായിരുന്ന പോർച്ചുഗീസുകാരനാണ് പെട്ര അൽവാരിസ് കബ്രാൾ. പെട്ര അൽവാരിസ് കബ്രാളാണ് വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായിരുന്ന പോർച്ചുഗീസുകാരൻ. ഇംഗ്ലീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങ് കോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ്. കാസർകോട്ടെ ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട എന്നിവ നിർമ്മിച്ചത് ശിവപ്പ നായിക്കാണ്. ശിവപ്പ നായിക്കാണ് ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട എന്നിവ നിർമ്മിച്ചത്. ഹോസ്ദുർഗ് കോട്ട നിർമ്മിച്ചത് സോമശേഖര നായിക്കാണ്. സോമശേഖര നായിക്ക്. ഉദയഗിരി കോട്ട ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകമാണ്. ഉദയഗിരി കോട്ട ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകമാണ്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരലിയാണ്. 1766 ഹൈദരലിയാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത്. ഉദയഗിരി കോട്ട, വട്ടക്കോട്ട എന്നിവ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരി കോട്ട, വട്ടക്കോട്ട എന്നിവ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. അങ്കമാലിയാണ് കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കരകൗശല വികസന കോർപ്പറേഷനും തിരുവനന്തപുരത്താണ്. നാളികേര വികസന കോർപ്പറേഷൻ ബാലരാമപുരത്താണ്. ബാലരാമപുരത്താണ് നാളികേര വികസന കോർപ്പറേഷൻ. കേരള ഹാൻഡ്ലൂം കോർപ്പറേഷൻ തിരുവനന്തപുരത്താണ്. കേരള ഹാൻഡ്ലൂം കോർപ്പറേഷൻ. കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലത്താണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലത്താണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയത്താണ്. കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എറണാകുളത്താണ്. കേരള സ്റ്റേറ്റ് പട്ടികജാതി വികസന കോർപ്പറേഷൻ തൃശ്ശൂരിലാണ്. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പട്ടത്താണ്. തിരുവനന്തപുരത്തെ പട്ടത്ത്. നാഷണൽ സീഡ് കോർപ്പറേഷൻ കരമനയിലാണ്. തിരുവനന്തപുരത്തെ കരമനയിലാണ് നാഷണൽ സീഡ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ അത്താണിയാണ്. എറണാകുളത്തെ അത്താണിയാണ് കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വെള്ളയമ്പലമാണ്. തിരുവനന്തപുരത്തെ വെള്ളയമ്പലമാണ് കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലൂടെയാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല എറണാകുളമാണ്. കേരളത്തിലെ ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏറ്റവും കുറവ് റോഡ് ശൃംഖലയുള്ള സംസ്ഥാനം സിക്കിമാണ്. സിക്കിം. റോഡ് ഗതാഗതത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണുള്ളത്. ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. ദേശീയപാതകളുടെ നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയുടെ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. നിർമ്മിച്ച് ശേഷാ സൂരിയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നീ നഗരങ്ങളെ റോഡ് മാർഗം ബന്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നീ നഗരങ്ങളെ റോഡ് മാർഗം ബന്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം. ലോങ് വാക്ക്, സഡക് ഇ അസം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ
ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പദവി അലങ്കരിച്ച ആദ്യ മലയാളി ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണനാണ്. ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷമോ 70 വയസ്സോ ആണ്. 5 വർഷമോ 70 വയസ്സോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 1998 ഡിസംബർ 11. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത്? 5 മുതൽ 11 വരെ. 5 മുതൽ 11 വരെ ആർട്ടിക്കിളുകളാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് ഏക പൗരത്വമാണ്. ഏക പൗരത്വം. ഇന്ത്യൻ പൗരത്വം നേടാൻ 5 മാർഗങ്ങളുണ്ട്. ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദു ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിലാണ്. പാർലമെൻറ്റ് ഇന്ത്യൻ പൗരത്വം പാസാക്കിയ വർഷം 1955. ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ 5 വർഷം ഇന്ത്യയിൽ താമസിക്കണം. ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നു ആർട്ടിക്കിൾ 21. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്നത് ആർട്ടിക്കിൾ 21A പ്രകാരമാണ്. 2002 86-ാം ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 21A ആണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്നത്. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ 19 അത് 6 തരം സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കുന്ന ആർട്ടിക്കിളാണ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരെ? ഈ എക്സാം നടക്കുന്ന സമയത്ത് രഘുറാം രാജനായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. എന്നാൽ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. റിസർവ് ബാങ്ക് സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1 1935 ഏപ്രിൽ 1. ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 1949 ജനുവരി 1. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത് ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. ഹിൽട്ടൺ യങ് കമ്മീഷനാണ് 1926 ഇന്ത്യയിൽ റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത്. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് കേന്ദ്ര ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് കേന്ദ്ര ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന റിസർവ് ബാങ്കാണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കും റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആയിരുന്നു. ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. ഇന്ത്യക്കാരനായ ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ സി.ഡി. ദേശ്മുഖ് ആയിരുന്നു. സി.ഡി. ദേശ്മുഖ്. കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ്. തഞ്ചാവൂരിൽ ബൃഹദേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ച രാജാവ് രാജരാജ ചോളൻ ഒന്നാമൻ. രാജരാജ ചോളൻ ഒന്നാമനാണ് തഞ്ചാവൂരിൽ ബൃഹദേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ച രാജാവ്. ചോളന്മാരുടെ ആസ്ഥാനം തഞ്ചാവൂരായിരുന്നു ചോളന്മാരുടെ ആസ്ഥാനം. ചോളന്മാരുടെ പ്രധാന തുറമുഖം കാവേരിപ്പും പട്ടണമാണ് ചോളന്മാരുടെ പ്രധാന തുറമുഖം. രാജകീയ മുദ്ര കടുവയായിരുന്നു. ചോളന്മാരുടെ രാജകീയ മുദ്ര കടുവയായിരുന്നു. ഗംഗൈക്കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളനാണ് ഗംഗൈക്കൊണ്ട ചോളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചോളകാലത്തെ പ്രസിദ്ധനായ കവിയായിരുന്നു കമ്പർ ചോളകാലത്തെ പ്രസിദ്ധനായ കവിയായിരുന്നു. ശാസ്ത്രീയ നൃത്തരൂപമായ ഭരതനാട്യത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. ദക്ഷിണേന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നതും തഞ്ചാവൂരാണ്.
തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി പരമശിവനാണ്. പരമശിവനാണ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി. വൈറ്റ് ഫ്രസ്കോ സമ്പ്രദായത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടതാണ് ബൃഹദേശ്വര ക്ഷേത്രത്തിലെ ചിത്രങ്ങൾ. ഗംഗൈക്കൊണ്ട ചോളപുരം പണിതത് രാജേന്ദ്ര ചോളനാണ്. ഗംഗൈക്കൊണ്ട ചോളപുരം പണിതത് രാജേന്ദ്ര ചോളനാണ്. ദക്ഷിണേന്ത്യ മുഴുവൻ കീഴടക്കിയ ചോള രാജാവ് രാജരാജ ചോളനാണ്. രാജരാജ ചോളൻ.